സോ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു വണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മാധവൻ സാർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് റേറ്റിൽ അത്യാവശ്യം ഡിസ്കൗണ്ട് തരാമെന്ന്. തീർച്ചയായിട്ടും ഇത് വ്യൂവേഴ്സ് വരുവാണെങ്കിൽ നമ്മൾ ന്യായമായിട്ടുള്ള ഡിസ്കൗണ്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നിങ്ങൾ മിസ് ചെയ്യരുത്. ഇതൊരു ലിമിറ്റഡ് ഓഫർ ആയിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വണ്ടി എടുക്കാൻ ആവശ്യമുള്ളവർ എൻക്വയറി ചെയ്യുക. ഹലോ ഹായ് നമസ്കാരം. ടിക്ടോക്കേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ റിവ്യൂ ചെയ്യാനാണ്. ജോയ് ഇ ബൈക്ക് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേര്. സോ നമ്മൾ ഈ കാണുന്നതാണ് ജോയ് ഇ ബൈക്ക് എന്നുള്ള ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ. നല്ലൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കളറാണ്, റെഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. ഇത് കൂടാണ്ട് 3 കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു സ്കൂട്ടറിന് വന്നിരിക്കുന്നത്. കൂടാതെ ഒരു ട്യൂബ്ലെസ് ടയറാണ്, ഡുവൽ ടോണുള്ള ഒരു അലോയ് വീല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെലിസ്കോപ്പിക് ആണ് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. കൂടാതെ എല്ലാ വണ്ടിയിലും അവർ ഡിസ്ക് ബ്രേക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയേണ്ടത്. കാരണം സേഫ്റ്റി ആണ് ഇവരുടെ ഫസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് അത് LED ഹെഡ്ലൈറ്റ് ആണ്. ഇതാണ് അവരുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ജോയ് ഇ ബൈക്ക് എന്നുള്ള ഒരു ബാഡ്ജിങ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് കൂടി ആക്റ്റീവ് ആണ്. ഡുവൽ പർപ്പസ് ആണ് ഈ ഒരു ലൈറ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ മെയിൻ നമ്മുടെ മലയാളികൾക്ക് ആവശ്യമുള്ളത് ഈ ഒരു സെൻറ്റർ സൈഡിലുള്ള സ്പേസ് ആണ്. അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ഫോണോ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് ഒരു പൗച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു USB പോർട്ട് കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഹാങ് ചെയ്ത് വെക്കാനായിട്ട് സെക്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബാറ്ററി പാക്ക്, ചാർജ് ചെയ്യാനുള്ള പോർട്ട്. നമുക്ക് ഈ വണ്ടിയിൽ ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. കൂടാതെ ഈ ഒരു ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടബിൾ ബാറ്ററി ആണ്. ഈ ഒരു ബാറ്ററിയുടെ നമ്മുടെ കപ്പാസിറ്റി എത്രയുണ്ട്, എത്ര കിലോ ഉണ്ടാവും? ഓക്കെ, ഒരു 5 കിലോ വരെ താഴെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്കൊരു ലേഡീസ് ആണെങ്കിൽ പോലും നമുക്കത് ക്യാരി ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ, അതൊരു പ്ലസ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇപ്പം ഒട്ടുമിക്ക എല്ലാ EVയിലും അവര് ബാറ്ററി ഇൻബിൽട്ട് ആയിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അറിയാവുന്നതാണ്. കൊണ്ടുപോയി ചാർജ് ചെയ്യൽ ഇപ്പോൾ ഒരു ഇടവഴിയാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു വണ്ടി കയറാത്തൊരു സ്പോട്ടാണെന്നുണ്ടെങ്കിൽ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോഴ്സ് തന്നെ നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. വോൾഫ് എന്നാണ് ഈ ഒരു വണ്ടിയുടെ മോഡലിന്റെ പേര്. ഇതുകൂടാതെ എത്ര 3 മോഡലുണ്ട്, സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്ക് ജെനക്സ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ഒരു വൈറ്റും ബ്ലാക്ക് വരുന്നൊരു 2 പേര്. അത് ഞാൻ കാണിക്കും, ഇത് കഴിയുമ്പോൾ തന്നെ ഞാൻ കാണിച്ചു. പിന്നെ സ്പെസിഫിക്കേഷൻ 3 നമുക്ക് സെയിം ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു വണ്ടിക്ക് എത്ര മൈലേജ് പ്രതീക്ഷിക്കാം? വണ്ടിക്ക് മൈലേജ് ഞങ്ങൾ 70 കിലോമീറ്റേഴ്സ് ആണ് ഞങ്ങൾ പറയണേ. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 70 കിലോമീറ്റേഴ്സ് ആണ്. പക്ഷേ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ 70+ കിട്ടുന്ന കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ഉണ്ട്. അപ്പൊ ഈ ഒരു ബാറ്ററി എത്ര വോൾട്ടിന്റെ? ബാറ്ററി 24H ബാറ്ററി ആണ്. 24H ലിഥിയം ബാറ്ററി ആണ്. നല്ലൊരു ക്വാളിറ്റി കൂടിയ ഒരു സൈഡ് സ്റ്റാൻഡും സെന്റർ സ്റ്റാൻഡും. അത് ഇതൊരു സ്റ്റോക്ക് ആയിട്ട് ഈ വണ്ടി എക്സ്ട്രാ ആക്സസറീസ് വണ്ടി തന്നെ വരുന്നതാണ്. പിന്നെ നമ്മുടെ ബാറ്ററി ആണെങ്കിൽ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ ഉള്ള ബാറ്ററിയാണ്. എന്ന് വെച്ചാൽ ഹീറ്റിങ്ങോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഒന്നും വന്ന ഒരു ഇഷ്യൂസ് ഒന്നും വരില്ല നമ്മുടെ ബാറ്ററി. കൂടാതെ അവര് ഒരു MCBയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വരില്ല, പക്ഷെ നമ്മളൊരു എക്സ്ട്രാ ഫീച്ചർ പോലെ ഒരു ആഡ് ഓൺ ഫീച്ചർ ആണ്. നമുക്കൊരു സേഫ്റ്റി കേൾക്കുന്നുണ്ടല്ലോ, മറ്റേ ന്യൂസിലൊക്കെ ആണെങ്കിൽ ഓരോന്ന് കേൾക്കുന്നുണ്ട്, ഓരോ വണ്ടിയെ പറ്റിയൊക്കെ കൂട്ടുത്തറി കാര്യങ്ങളൊക്കെ. നമ്മുടെ വണ്ടിക്ക് അതുപോലെ തന്നെ ഓവർ ചാർജിങ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഓവർ ഹീറ്റിംഗ് പ്രൊട്ടക്ഷൻ ഉള്ള ബാറ്ററി. രാത്രി കൊണ്ട് കുത്തിയിട്ട് രാവിലെ എണീക്കുമ്പോൾ നോക്കുന്ന പരിപാടിയാണ്. അപ്പൊ അങ്ങനെ ചാർജ് ഫുൾ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചാർജർ കട്ട് ഓഫ് ആവും. നമ്മളപ്പോ ആ ഒരു പേടിയും വേണ്ട ആവശ്യമില്ല, നമുക്ക് സുഖമായിട്ട് തന്നെ കിടന്നുറങ്ങാൻ പറ്റും അല്ലെ. കൂടാതെ ഒരു ബാക്ക് റെസ്റ്റ് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു EVയിൽ കണ്ടിട്ടില്ല. മോഡേൺ ലുക്കിലാണ് ആ ഒരു ബാക്ക് റെസ്റ്റ് കൊടുത്തേക്കുന്നത്. പില്യൻസ് ആൾക്കും കൂടെ ഇരുന്ന് പോകാൻ പറ്റിയ സേഫ്റ്റി ആയിട്ട്. നമുക്കിപ്പോ 2 പേര് ഇരുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിന്റെ സ്പീഡിൽ വലിയ വേരിയേഷൻ ഒന്നും വരില്ല. സ്പീഡൊക്കെ ഏകദേശം അതേ സ്പീഡ് തന്നെ നമുക്ക് കിട്ടും. കമ്പനി പ്രൂവ് ചെയ്യണത് എത്രയാണോ ആ ഒരു സ്പീഡ് നമുക്ക് കിട്ടും. നോൺ രജിസ്റ്റേർഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സ്കൂട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അതോ ഇപ്പൊ കറന്റ് വൂൾഫ് എന്ന് പറഞ്ഞ മോഡലിന്റെ പ്ലസ് മോഡൽ നമുക്ക് വരുന്നുണ്ട്. അതിപ്പോ ഒരു 3-4 വീക്സിനുള്ളിൽ നമുക്ക് ആ മോഡൽ വരും. വൂൾഫ് പ്ലസ് മോഡൽ എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് വരുമ്പോൾ അതിന് നമുക്ക് കിലോമീറ്റേഴ്സ് കുറച്ചുകൂടെ റേഞ്ച് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. പിന്നെ അതിന്റെ പവറും കുറച്ചുകൂടെ കൂടുതലായിരിക്കും, നല്ല പവർ ആയിരിക്കും വണ്ടി. അത് രജിസ്റ്റേർഡ് ആയിരിക്കും, അത് രജിസ്ട്രേഷൻ ഉള്ള മോഡലായിരിക്കും. ഇപ്പൊ ഡിസ്പ്ലേയിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം നോൺ രജിസ്റ്റേർഡ് മോഡൽസ്. നമുക്ക് ഇത് കഴിയുമ്പോൾ ബൈക്സും വരുന്നുണ്ട്. അപ്പൊ ഒരു 1 മന്തിനുള്ളിൽ ബൈക്സും വരും.
അത് വന്നു കഴിയുമ്പോൾ നല്ല രീതിയിൽ ആയിരിക്കും. നമ്മുടെ അത്യാവശ്യം കിറ്റുള്ള മോഡൽ, അത്യാവശ്യം സ്പോർട്സ് ബൈക്ക് മോഡലാണ് വണ്ടിയൊക്കെ വരുന്നത്. അതിന്റെ ഒരു ചെറിയൊരു ഡെമോ പോലെയാണ് ഈ നമ്മുടെ ഈ ഡിസ്പ്ലേയിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു നോൺ രജിസ്റ്റേർഡ് ആയതുകൊണ്ട് തന്നെ ഏത് ഏജിലുള്ളവർക്കും ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ പറ്റുന്നതാണ്. ഏത് കാറ്റഗറിയിലുള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ്. ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ യൂസ് ചെയ്തേക്കുന്ന മോട്ടർ ഏതാണ്? ഹബ് മോട്ടർ. ഹബ് മോട്ടർ. അത് ഈ ഒരു 3 മോഡലിലും ഹബ് മോട്ടർ തന്നെയാണ്. 3 മോഡലും അതന്നെ. ഓക്കെ. വാട്ടർ പ്രൂഫ് ആണ്, വെള്ളമൊന്നും പേടിക്കുന്നു വേണ്ട. അതെ, വാട്ടർ പ്രൂഫ് മോട്ടറും വാട്ടർ പ്രൂഫ് ബാറ്ററിയാണ്. ഓക്കെ. കൂടാതെ ഈ മോട്ടറിന്റെ സൈഡിൽ ഒരു കവറിങ്, ഒരു ഫൈബർ കോട്ടിങ്, ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് നമുക്കിപ്പോ ഈ ചെളി അങ്ങനത്തെ കൂടുതൽ ഡസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യണ ഒരു കവറിങ്ങും കൂടി ഇവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേയിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഒന്ന് പറയാം. മീറ്റർ ക്ലാസ് എന്ന് പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിൽ സ്പീഡോമീറ്റർ റീഡിങ് നമുക്ക് കാണിക്കും. ഇതിൽ പിന്നെ നമുക്ക് ഇത്ര ചാർജ് ഉണ്ടെന്നുള്ള റീഡിങ് കാണിക്കുന്നുണ്ട്. അതിൽ 66.7 വോൾട്ട് എന്ന് പറയുന്നതാണ് ഫുൾ ചാർജ് വരുന്നത്. ഇതിപ്പോൾ ഫുൾ ഭാഗത്തൊക്കെ കിടപ്പുണ്ട്. 66.7 വോൾട്ട് ആകുമ്പോഴാണ് ഫുൾ ചാർജ് ആവുക. പിന്നെ നമുക്ക് ഇതിൽ ട്രിപ്പ് മീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഓടിയെന്ന് കാണിക്കാൻ പറ്റും. ഇപ്പം വണ്ടി ഓൺ ആക്കുമ്പോൾ ഫസ്റ്റ് ഓൺ ആക്കുമ്പോൾ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയതാണ് കിലോമീറ്റർ റീഡിങ് കാണിക്കും. അത് ഇപ്പം നേരെ അത് ട്രിപ്പ് മോഡിലോട്ട് പോകും. വണ്ടി എത്ര 6 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. കൂടാതെ ഇതിൽ മോഡ് കൊടുത്തിട്ടുണ്ട്. മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഫസ്റ്റ് മോഡിൽ പോയി കഴിഞ്ഞാൽ എക്കണോമിക് മോഡ് ആയിരിക്കും. സെക്കൻഡ് സിറ്റി മോഡ്, തേർഡ് സ്പോർട്സ് മോഡ്. അങ്ങനെ 3 മോഡാണ് ഉള്ളത്. സ്പീഡ് അതിനനുസരിച്ച് ചെറിയ. അതെ, സ്പോർട്സ് മോഡിലേക്ക് പോയാൽ മാക്സിമം പവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. അതെ. കൂടാതെ സാധാരണ നോർമൽ ഒരു വണ്ടിയിൽ കാണുന്ന ബേസിക് സ്വിച്ചസ് ആണ് ഇതിൽ വന്നേക്കുന്നത്. നമ്മളപ്പോ ഒരു ബേസിക് ഒരു ഇവിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോ പരിചയപ്പെട്ട്, ഇത് കൂടാതെ എന്താണ് ഇതിലൊരു ആഡ് ഓൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ആഡ് ഓൺ ആയിട്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വണ്ടിക്ക് വരുന്ന ഫീച്ചേഴ്സ് ആണ്. ഒരു റിമോട്ട് കീ വരുന്നുണ്ട്. നമുക്ക് വണ്ടി കീ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വണ്ടി ഓൺ ആക്കാൻ പറ്റും. ഇതിൽ ടാപ്പ് ചെയ്ത് നമുക്ക് വണ്ടി ഓൺ ആക്കാൻ വണ്ടി ഗസ്റ്റ് ആയിട്ട് ആദ്യത്തെ അലാറം വരുന്നുണ്ട്. അലാറം വരുന്നുണ്ട്. എന്നുവെച്ചാൽ വണ്ടി ഇപ്പോൾ എവിടെ നമ്മൾ ലോക്ക് ചെയ്തിട്ട് പോവാണെങ്കിൽ വണ്ടി പാല് എടുത്തോണ്ട് പോകാൻ നോക്കിയാൽ വണ്ടി അലാം അടിക്കും. അലാം അടിച്ചിട്ട് വീല് സ്റ്റക്ക് ആവും. അങ്ങനെ ഫീച്ചർ വണ്ടിക്ക് വരുന്നത്. റിവേഴ്സ് മോഡ് വരുന്നുണ്ട്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ജോയ് ഇ ബൈക്കിന്റെ സെക്കൻഡ് മോഡലാണ് ഈ നമ്മളിവിടെ കാണുന്നത്. ഗ്ലോബ് എന്നാണ് ഈ ഒരു വേരിയന്റിന്റെ പേര്. എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഈ സ്കൂട്ടറാണ് ഈ കാണുന്നത്. ഒരു നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. യങ്സ്റ്റേഴ്സിന് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ഇങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു നേക്കഡ് രൂപത്തിലുള്ള ഒരു സ്കൂട്ടർ ആയിരിക്കും. ഗോൾഫ് എന്നുള്ള ഒരു മോഡലിനെ അപേക്ഷിച്ച് ഈ ഒരു ഗ്ലോബ് എന്നുള്ള ഒരു മോഡലിന് എന്താണ് ആഡ് ഓൺ ആയിട്ട് വന്നേക്കുന്നതെന്ന് വിച്ചുവിനോട് തന്നെ ചോദിക്കാം. പറഞ്ഞപോലെ തന്നെ ഇതിലിപ്പോൾ യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ മൂവിയുള്ള മോഡലാണ് ഈ മോഡൽ. ഇത് നമുക്ക് ഗസ്റ്റായിട്ട് മറ്റേ മോഡലിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഗസ്റ്റായിട്ട് 2 ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയായിരുന്നത്? ഇതിൽ ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട് വണ്ടിക്ക്. നമ്മുടെ കാറിലേക്ക് പോലെ ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. ഇതിൽ പാർക്കിംഗ് മോഡ് വരുന്നുണ്ട്. വണ്ടി പാർക്കിംഗ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തൊട്ടിൽ കൊടുത്താലും വണ്ടി റൺ ആവില്ല. നമ്മളിപ്പോ ഈ സിഗ്നലിലൊക്കെ വന്ന് നമുക്ക് പാർക്കിംഗ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഒന്ന് റേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ്മെന്റ് ആവില്ല. നല്ലൊരു സേഫ്റ്റി ഫീച്ചർ ആണ്. കൂടാതെ ബ്രേക്കിന്റെ ബ്രേക്കിന്റെ ഫ്ലൂയിഡ് അല്ലേ നല്ലോണം എക്സ്പോസ് ചെയ്തിട്ടിരിക്കുന്ന കാരണം നമുക്ക് ടീനേജേഴ്സിന് പറ്റുന്ന ഒരു വണ്ടിയുടെ ഒരു ഫീലാണ് ഇത് കൊടുക്കുന്നത്. കൂടാതെ ഒരു വിൻവൈസർ അല്ലേ കൊടുത്തേക്കുന്നത്. ഒരു ചെറിയൊരു വിൻവൈസറും കൂടി കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല സ്പോർട്ടി ലുക്കാണ് ഇതിന് കൊടുക്കുന്നത്. ഈ ഒരു വേരിയന്റിന് എത്രയാണ് റേറ്റ് വരുന്നത്? 81,500 ആണ് റേറ്റ് വരുന്നത്. 81,500. നമ്മുടെ ഈ ഒരു ചാനൽ കണ്ട് എൻക്വയറിക്ക് വരുന്ന ഏതൊരു സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ ഏതൊരു വ്യൂവേഴ്സിനും ജോയ് ഇ ബൈക്ക് എന്നുള്ള ഈ ഒരു കമ്പനിയിൽ നിന്ന് നല്ലൊരു റിഡക്ഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ഇതിന് എത്ര മൈലേജ് പ്രതീക്ഷിക്കാം? മൈലേജ് എന്ന് പറഞ്ഞാൽ 70 കിലോമീറ്റേഴ്സ്. നോർമലി നമ്മുടെ വോൾട്ടിന്റെ സെയിം കിലോമീറ്റേഴ്സ് സെയിം ബാറ്ററി തന്നെയാണ്. നമുക്ക് ചാർജിംഗ് ടൈം പക്ഷേ ഒത്തിരി ഒന്നും വരുന്നില്ല. 3 hours കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ആക്കാം. 3 hours കൊണ്ട് നമുക്ക് ഫുൾ ചാർജിലേക്ക് എത്തിക്കാൻ സാധിക്കും. നമുക്കിനി ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ്, അത്യാവശ്യം ചെറുതുമാണ്. ജോയ് ബൈക്സിനാണ് ഈ ബാറ്ററി മാനുഫാക്ചർ ചെയ്യുന്നത്. അതായത് തേർഡ് പാർട്ടി അതൊന്നും അല്ല. ഇത് വണ്ടിയുടെ ബാറ്ററി കമ്പനിയുടെ തന്നെ മാനുഫാക്ചറിംഗ് ആണ്. കറണ്ടിന്റെ വേരിയേഷൻ വന്നാലോ ടെമ്പറേച്ചർ വേരിയേഷൻ ഒക്കെ വന്നാലോ നമ്മുടെ ക്ലൈമറ്റിൽ ഒരു ഇഷ്യൂസും വരില്ല. വണ്ടിക്ക് ഒരു ബാറ്ററി കൊടുത്തിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ നമ്മുടെ ജോയ് ബൈക്സിന്റെ വണ്ടിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല.
അത് ബാറ്ററി സാറിന് വിശ്വസിച്ച് വണ്ടി എടുക്കാൻ പറ്റും. ഒരു ആസ് എ കസ്റ്റമർ എടുക്കുകയാണെങ്കിൽ വണ്ടിക്ക് ഒരു ഇതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് 100% പറയാൻ പറ്റും. ഇതാണ് എൻ്റെ ചാർജർ വരുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു 3 hours കൊണ്ട് ബാറ്ററി നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ 3 മോഡലിനും 3 hours കോമൺ ചാർജർ, ഇത് 3 സെയിം ചാർജർ തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ചാർജർ എന്ന് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചാർജ് ഫുൾ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആയിക്കോളും. നമ്മൾ ഊരിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല. നോർമൽ 3 പിൻ പോർട്ട് ഇട്ട് നമുക്ക് അവിടെ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം. ഇത് അധികം നമുക്ക് ഇലക്ട്രിക് ചാർജ് അധികം ഒത്തിരി കൺസ്യൂം ചെയ്യുള്ളൂ. ഒരു 1.7 യൂണിറ്റ് ഒക്കെ സിംഗിൾ ചാർജിൽ അവരുടെ മൂന്നാമത്തെ ഒരു മോഡലാണ് നമ്മൾ ഈ കാണുന്നത്. ജെൻ നെക്സ്റ്റ് എന്നാണ് ഈ ഒരു മോഡലിന്റെ പേര്. സെയിം നമ്മൾ ആ 2 മോഡലിൽ കണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു മോഡലിനും ഉണ്ട്. നമുക്ക് നമ്മുടെ കണ്ണിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ വൈസ് ആണ് ഈ മോഡലിന് വ്യത്യാസം വരുന്നുള്ളൂ. കിലോമീറ്റേഴ്സും കൂടാതെ അതിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സും എല്ലാം സെയിം തന്നെയാണ്. സോ നിങ്ങൾക്ക് ഏതാണോ ഈ ഒരു 3 മോഡലിൽ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ജോയ് ഇ ബൈക്ക് എന്നുള്ള ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചുള്ള സ്പെസിഫിക്കേഷനും കൂടുതൽ കാര്യങ്ങളും നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയ ബിച്ചു എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഈ എറണാകുളത്തെ ഈ ജോയ് ഇ ബൈക്കിന്റെ ഫ്രാഞ്ചൈസിയിലെ മാനേജറായ സലീം മാധവൻ സാറിനെയാണ് ഞാൻ ഇനി വെൽക്കം ചെയ്യാൻ പോകുന്നത്. സാർ, ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. സാർ, ഈ ഒരു ഞാനൊരു കസ്റ്റമറായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഞാനിപ്പോൾ ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ ഒരു വണ്ടിയിൽ എത്ര ഇയർ വാറണ്ടി ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്? കൂടാതെ ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ സർവീസ് ആണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും എന്ന് സാറിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഇതിനെപ്പറ്റി ഇപ്പം ബിച്ചു ഓൾറെഡി വണ്ടിയുടെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ കമ്പനിയുടെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് പറയാം. കമ്പനി വാഡ് ബിസാഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. വാഡ് ബിസാഡ് അത് ഗുജറാത്തിലാണ് കമ്പനി, വഡോദരയാണ് സ്ഥലം. സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. അവർ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് കമ്പനിയാണ്. സ്കൂട്ടേഴ്സ് അടുത്ത മാസം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വിത്തിൻ 2 months അവരുടെ സൂപ്പർ ബൈക്കുകൾ വരുന്നുണ്ട്. 4 മോഡൽ ഓൾറെഡി അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് നമ്മുടെ ഈ ഫ്രാഞ്ചൈസിൽ അതും പ്രതീക്ഷിക്കാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഞങ്ങളിവിടെ എറണാകുളത്തെ അവരുടെ അതറൈസ്ഡ് ഡീലേഴ്സ് ആണ്. പിന്നെ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ 3 വീലറിന്റെ R&Dയിൽ നടക്കുവാണ് ഇപ്പോൾ. ഡെലിവറി വാൻ പോലെയുള്ള അങ്ങനെയുള്ള സിസ്റ്റം ഒക്കെ അവരുണ്ടാക്കുന്നത്. ഓക്കെ, സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ബാറ്ററി 3 വർഷത്തെ വാറണ്ടിയാണ്. അത് ടോട്ടൽ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. ഇലക്ട്രിക് എക്യുപ്മെന്റ്സ്, മോട്ടോഴ്സ് അങ്ങനെയുള്ള ഇതിന് 1 വർഷത്തെ വാറണ്ടിയാണ്. പിന്നെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ 500 കിലോമീറ്റർ അല്ലെങ്കിൽ 3 മാസം വരുമ്പോൾ ഫസ്റ്റ് സർവീസ് വരുന്നു, ഫ്രീ സർവീസാണ്. അതുപോലെ 3 സർവീസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമുള്ളത് മാത്രമാണ് പെയ്ഡ് സർവീസ് വരുന്നത്. പിന്നെ വരുന്നത് പെയ്ഡ് സർവീസ് ആയിരിക്കും. അത് നമുക്ക് ഈ ഒരു ഡീലർഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ തന്നെ അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഉണ്ട്. തന്നെ എല്ലാ പാർട്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ ഇപ്പൊ നമുക്ക് കാണുന്ന വ്യൂവേഴ്സിനുള്ള ഒരു ഡൗട്ട് ആയിരിക്കും, നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം ഈ ഒരു വണ്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് ഇപ്പോഴേ ഉണ്ട്. നമുക്ക് ഏത് വണ്ടിയാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അത് ഓടിച്ച് കംഫർട്ടബിൾ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ മുന്നോട്ട് പ്രോസസ് ചെയ്യുന്നത്. കൂടാതെ ഇത് ഡെലിവറി ചെയ്യാനായിട്ട് എന്തോരം ലൊക്കേഷൻ വരെ എത്ര ഒരു കിലോമീറ്റർ വരെ ഡെലിവറി ഓപ്ഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ ഇതിപ്പോൾ 70 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച്. അപ്പോൾ ഈ എറണാകുളം സിറ്റിയിൽ, എറണാകുളം ഏരിയയിൽ എവിടെയാണെങ്കിലും നമ്മൾ ഹോം ഡെലിവറി വരെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ വാഡ് ബിസാഡ് കമ്പനി ഇപ്പോൾ T20 മാച്ച് ഒഫീഷ്യൽ സ്പോൺസറാണ്. ഇന്ത്യ vs അയർലാൻഡിൽ അവരുടെ ക്രിക്കറ്റ് മാച്ചിന്റെ സ്പോൺസറാണ്. ഒരു വൺ ഓഫ് ദ സ്പോൺസേഴ്സ് കൂടിയാണ് ഈ ഒരു ജോയ് ഇ ബൈക്ക് എന്നുള്ള കമ്പനി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാം സാറും കൂടാതെ നമ്മുടെ ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാനുള്ളത് ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. സോ ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് സാറിന് പറയാം. ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കലൂർ കടവന്തർ റോഡിൽ മാരുതി സുസുക്കി ട്രൂ വാല്യൂവിന്റെ തൊട്ടടുത്താണ്. ഞങ്ങൾ തൊട്ടടുത്ത ഗേറ്റാണ്. നമ്മുടെ ഈ വ്യൂവേഴ്സ് എന്ന് പറയാനായിട്ട് എറണാകുളം മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ആലപ്പുഴ, തൃശ്ശൂർ അങ്ങനെ നിയർ ബൈ ആയിട്ടുള്ള കുറച്ച് ഡിസ്ട്രിക്റ്റിലുള്ളവരും വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡെലിവറി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? ഞങ്ങളിപ്പോൾ ആലപ്പുഴ അല്ലെങ്കിൽ അങ്കമാലി അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ ആർക്കെങ്കിലും ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഞങ്ങളുടെ അവിടെയുള്ള ഡീലർഷിപ്പുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഡെലിവറി ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ഇനി ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയ ബിച്ചുവിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും
കൂടാതെ ഈ ഒരു ഷോറൂമിന്റെ അഡ്രസ്സും ഞാൻ കൊടുക്കുന്നതായിരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ് എനി ടൈം ചെയ്ത് കഴിഞ്ഞാൽ സാറും സെയിൽസ് എക്സിക്യൂട്ടീവ് ആയ ബിച്ചുവും നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. സോ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു ഷോർട്ട് വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി ഞാൻ വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തുന്നതാണ്. സോ എൻ്റെ കൂടെ ദീപു ദിലീപാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.